ഏഴോം പഞ്ചായത്തിലെ കണ്ണൂം ചാലിൽ തനിമ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. മനോഹരമായ ചെണ്ടുമല്ലി പാടത്ത് റീൽ ഷൂട്ട് ചെയ്യാനും സെൽഫി എടുക്കാനും നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ഏഴോത്തെ കണ്ണൂം ചാലിലെ കുന്നിൻ ചെരുവിൽ നിറയെ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ്. കാടുമൂടിക്കിടന്ന പ്രദേശം JLG ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കി പൂക്കൃഷി ചെയ്തത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ഏഴോം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സഹകരിച്ചുകൊണ്ടാണ് 50 സെന്റ് സ്ഥലത്ത് പൂക്കൃഷിയൊരുക്കിയത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN ഗീത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിനൊരു കൊട്ട പൂവ് എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏഴോം ഗ്രാമപഞ്ചായത്ത് 13 JLG ഗ്രൂപ്പ് വിപുലമായിട്ട് ഈ ഒരു ചെണ്ടുമല്ലി കൃഷി നടത്തി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു പഞ്ചായത്ത് തല ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കണ്ണൂം ചാലായിലുള്ള JLG തനിമ ഗ്രൂപ്പ് ഒരു 10-25ഓളം സെൻറ്റ് സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇനി ഈ ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞാൽ നമുക്കിവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു ലാഭം എന്നുള്ളതിനപ്പുറം നമുക്ക് നാട്ടിൽ പൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ കണ്ടിട്ടുള്ളത്. ഏഴോം കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷി നടത്തിയത്. 13 JLG ഗ്രൂപ്പുകൾ ഇത്തവണ കൃഷി നടത്തിയിട്ടുണ്ടെന്നും കർഷകരുടെ അധ്വാനത്തിന് ഫലം കണ്ടതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ ബുഷ്ര പറഞ്ഞു. കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത് പ്രതീക്ഷിച്ചതല്ല. അവരെ വളരെയധികം ടെൻഷൻസിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ഓരോ സ്റ്റേജിലും നമ്മൾ ഇവിടെ വന്ന് കാണുകയും തക്കതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരതുപോലെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂക്കളൊക്കെ വിരുന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അടുത്ത വർഷത്തിൽ കുറച്ചുകൂടെ നമ്മൾ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ പച്ചക്കറി കൃഷി കൂടെ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നടത്തിയ പൂക്കൃഷി വിജയത്തിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. ഇതിനു മുൻപും ഇവരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തി വന്നിരുന്നു. പൂക്കൃഷി വിളവെടുപ്പിന് ശേഷം ഇവിടെ പച്ചക്കറി കൃഷി നടത്തുമെന്നും കർഷകർ പറഞ്ഞു. ഭാവിയിൽ നമ്മൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഇപ്പം നെൽകൃഷിയായാലും ഈ ഗ്രൂപ്പ് സത്യലത, അതുപോലെ തന്നെ ലത, അതുപോലെ തന്നെ സുലോചന, അതിൽ പെട്ട മറ്റ് ചില ആൾക്കാരെല്ലാം കൂടിയിട്ട് നെൽകൃഷി മുൻകാലങ്ങളിൽ കൈപ്പാട് കൃഷി പോലെയുള്ള സ്ഥലങ്ങളിൽ 3-4 ഏക്കറുകൾ കണക്കിന് ചെയ്തിരുന്നു. ഇനി അത് തുറന്ന് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല, അതിനും ചെയ്യും. ഭാവിയിൽ പച്ചക്കറി മേഖലയിൽ കൂടി അടുത്ത കൊല്ലം ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം എല്ലാവിധം നമ്മൾ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്നതിൽ ഇടപെടലുണ്ടാവും. സ്ഥിരം സമിതി അധ്യക്ഷൻ K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ, കൃഷി അസിസ്റ്റന്റ് K മഹേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.